ഹായ് ഡിയർ, നമുക്കൊരു പേപ്പർ കമ്മൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാമേ. ആദ്യം ഇതുപോലെ പേപ്പർ ഒന്ന് കടയിൽ ചെന്ന് മേടിക്കുകയാണേ. ഇത് മേടിച്ചിട്ട് നമുക്ക് ഇതിൽ ഒത്തിരി കളർ കിട്ടും. നമുക്ക് ഏത് കളർ ആവശ്യമാണോ അതൊന്ന് മേടിച്ചിട്ട് കമ്മലുണ്ടാക്കുന്ന ഇതിന് ഒരു പ്രത്യേകിച്ച് ഒരു കമ്പിയുണ്ട്, ചെറിയ ഒരു സാധനം. ഈ സാധനം വെച്ച് നമുക്ക് ഈ പേപ്പർ ചുറ്റുമ്പോൾ പെട്ടെന്ന് ചുറ്റുകയും ചെയ്യാം, നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അല്ലാതെ നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഫിനിഷിംഗ് ആയിട്ട് വരത്തില്ല. ഇത് നല്ലപോലെ ടൈറ്റിൽ ചുറ്റിയെടുക്കണേ. 2 കളർ കമ്മൽ ചെയ്യുവാണെങ്കിൽ ഒരു പേപ്പറിൻ്റെ കൂടെ ഇന്നൊരു പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടി ഒന്ന് ജോയിൻ്റ് ആക്കി ചുറ്റും. ഇത് പേപ്പർ ആയതുകൊണ്ട് നമ്മൾ പശ തേക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് നല്ല ഒട്ടി പിടിച്ചോളും. ഒറ്റ കളറാണെങ്കിലും ഒരു പേപ്പർ തീർന്ന് കഴിയുമ്പം അടുത്ത പേപ്പർ ഒന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് നമുക്ക് എത്ര വലിയ കമ്മൽ ആവശ്യമോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ട് ഈ കമ്മലിൻ്റെ മോൾഡിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കണേ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കിയാൽ അത്രയും ഒരു ഫിനിഷിങ് വരത്തില്ല. മോൾഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കറക്റ്റായിട്ട് ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നല്ല പോണക്ക് ഫെവിക്കാൽ തൂത്ത് കൊടുക്കുക. അതുപോലെ ജിമുക്കയുടെ അടിവശവും നല്ല ഫെവിക്കാൽ തൂത്ത് കൊടുക്കണേ. ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ഒന്ന് വിട്ടുപോകാതിരിക്കാനാണ്. പിന്നെ ഇന്നൊന്ന് ഫെവിക്കാൽ തൂത്ത് കൊടുക്കുമ്പം നല്ല ഒരു ഷൈനിങ്ങും കിട്ടും ഇത് ഉണങ്ങി കഴിയുമ്പം. അതുകൊണ്ട് പേടിക്കണ്ട, അവിടെ എവിടെയും പിടിച്ചിരിക്കുമോ അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കണ്ട. ഫെവിക്കാൽ അതൊന്ന് നല്ല ഷൈനിങ് കിട്ടും. പിന്നെ നമുക്ക് ഒരു ഡിസൈന് കുറേ ഹാഫ് വീഡ് അതൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ജിമുക്കയുടെ ചുറ്റിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ചുമ്മാ അങ്ങ് ഇട്ട ഒരു ഇത് കാണത്തില്ലല്ലോ. ഇതുപോലെ ഒട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യണേ. പിന്നെ നമുക്ക് പിന്നെ വലിച്ച് ഇളക്കിയെങ്കിലുണ്ടല്ലോ ആ പേപ്പറും കൂടി അങ്ങ് പോകും. അതുകൊണ്ട് വെക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവേ. ഇപ്പം ഞാൻ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഐപ്പിനകത്ത് ഒരു മുത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ കമ്മലിനകത്ത് ഈ കമ്പി ഇടുമ്പോൾ ഒന്ന് ഊരിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം നമുക്ക് സെൻറ്റർ ഭാഗം ഇതിനകത്ത് കുത്തി കൊടുക്കണമെന്നൊന്നും വേണ്ട. നമുക്ക് ചുറ്റുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഒരു ചെറിയ ഹോള് കാണും. അതുവഴി ഇവിടെ കയറ്റിയിട്ട് ഒരു മുത്തും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊന്ന് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയും ലെന്ത് ഈ കമ്പി ആവശ്യമോ അതിനനുസരിച്ചുള്ള ബാക്കി കമ്പി നമുക്ക് കട്ടാക്കി കളയുക. നിങ്ങൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഇത് നമുക്ക് കാതയിലൊന്ന് ഇട്ട് നോക്കുക. ഒരു ലെന്ത് നമുക്കൊരു കണക്കുണ്ട്. അതിനനുസരിച്ച് ഈ കമ്പി ഒന്ന് കട്ടാക്കിയിട്ട് നമ്മളൊന്ന് മറ്റേ കമ്മലിൽ ഇടുന്ന ഹാങ്ങിങ്ങോ ഇല്ലെങ്കിൽ അല്ലാതെ നമുക്ക് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ പേപ്പർ റൗണ്ടായിട്ട് ബട്ടൺസ് ആയിട്ട് ചുറ്റിട്ടോ അല്ലെങ്കിൽ വേറെ ഡിസൈനിലും വെച്ചിട്ട് കമ്മലുണ്ടാക്കാം. ഞാനിപ്പം ഹാങ്ങിങ് ഇടുന്നത്. ഇത് കണ്ടോ, ഇതൊന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് ലോക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ കമ്മൽ അവിടെ സെറ്റാണ്. ഭയങ്കര കളർ. ഈ സീരിയൽ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ സീരിയൽ ആക്ട്രസ്സൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കമ്മലാണ് ഇടുന്നത്. തുള്ളിയും വെയിറ്റ് ഇല്ല കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയതായിട്ട് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ചുള്ള കമ്മലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവേ. ഞാൻ 2-3 കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇനിയും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.